വലിയ വലിയ ഉരുളൻ കല്ലുകളാണ് ഈ അഴുതാമേടിൻ്റെ വേറൊരു പ്രത്യേകത കേട്ടോ. സ്വാമിയേ ശരണമയ്യപ്പ. കുറേ വിശ്വാസങ്ങളും കുറേ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെ എരുമേലിയിൽ നിന്നും ശബരിമലയിലേക്കൊരു യാത്ര. സ്വാമിയേ ശരണമയ്യപ്പ. ഈ കാണുന്ന തോടാണ് പേരൂർ തോട്. ഈ തോടിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ മീനുകൾക്ക് അവിലും മലരും നൽകിയാണ് ഓരോ അയ്യപ്പഭക്തന്മാരും പോകുന്നത്. നല്ല ഇരുട്ടാണ്, രാത്രി ഒരു 12:30 ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടാണ്. തോടിൻ്റെ ഭംഗിയൊന്നും കാണിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പോകുന്നത് ഇരുമ്പുന്നിക്കരയിലേക്ക്. ഇരുമ്പുന്നിക്കര എന്ന് പറഞ്ഞാൽ മഹാദേവ ക്ഷേത്രവും മുരുകക്ഷേത്രവും അതേപോലെ ബാലഭദ്ര ഭഗവതി ക്ഷേത്രവുമുണ്ട്. ഈ കാണുന്നതാണ് ബാലഭദ്ര ദേവി ക്ഷേത്രം. നമ്മളിവിടെ ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ സ്റ്റേ ചെയ്യും. നാളെ രാവിലെ 6 മണിക്ക് കോയിക്കക്കാവ് ചെക്ക് പോസ്റ്റ് തുറക്കത്തുള്ളൂ. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ, അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പം നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നേരെ കോയിക്കക്കാവിലേക്ക് പോകും. അങ്ങനെ രാവിലെ ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട്. 5:30 ആയ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ നേരെ ഇനി പോകുന്നത് കോയിക്കക്കാവിലേക്ക് പോവുകയാണ്. ഇങ്ങനൊക്കെ ആയല്ലേ ഇവിടെ ചെയ്യണേ. അങ്ങനെ കോയിക്കക്കാവിലെത്തി രാവിലെ തന്നെ 5:45. 6 മണിക്ക് നമ്മളെ വനത്തിലോട്ട് കയറ്റി കൊടുത്തോളൂ. വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. 6 മണിയാവാൻ ഇനി കുറച്ചുകൂടി സമയമുള്ളൂ. 6 മണിയായി. നമ്മൾ വനത്തിലോട്ട് കയറ്റി വിട്ടു. ഇനി അയ്യൻ്റെ പൂങ്കാവനത്തിലൂടെ അയ്യനെ കാണാനുള്ള യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. No
പോകുന്ന വഴിയിൽ ഒരു അരുവിയുണ്ട്, അരുവിയിലോട്ട് പോവുക. എടുക്കലായിരിക്കും മണലൊന്ന് കിടക്കുന്നത്. ആയിരിക്കും, നല്ല വെള്ളമായിരിക്കും ഇവിടെ. നല്ല വെള്ളം കുടിക്കാൻ പറ്റുമോ? നല്ല വെള്ളമായിരിക്കും. അതൊരു സാമിനെ കാണണമെങ്കിൽ കുറെ നേരം കഴിഞ്ഞാൽ അടുത്ത സാമിനെ കാണുള്ളായിരുന്നു. ഇപ്പം അതുകൊണ്ട് ധൈര്യം പിള്ളേർ കുഴപ്പമില്ല. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാണാനില്ല, സാമിയാരെ കാണും. അപ്പം വേഗം നടക്കും. നോക്കുമ്പോൾ തന്നെ നമ്മളെ ആൾക്കാരാ, കുഴപ്പമില്ല. അതായത് ഇതിലെ ഇപ്പം ഇങ്ങനെ നടക്കിയാൽ ഇതിലേ കൂടി കാട്ടിക്കൂടി ഇങ്ങനെ കയറി നടക്കും. അപ്പം കുറേ നേരം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നൊക്കെ മറ്റേ അട്ട പിടിച്ചിട്ട് ചോരയൊക്കെ ഒഴുകി വരും. നമ്മൾ ഈ വഴി പോകുമ്പം കുറേ അരുവികൾ നമ്മൾ ക്രോസ് ചെയ്താൽ പോകുന്നത് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ വഴി നമ്മൾ അയ്യനെ കാണാൻ പോകുമ്പോൾ. ഇപ്പം നമ്മൾ കേൾക്കുന്ന അനൗൺസ്മെൻറ്റ് കാളകട്ടി ശിവപാർവതി ക്ഷേത്രത്തിലെ കേട്ടോ. അടുത്തെത്തിയെന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ഉണ്ട്, എന്നാലും ഇവിടുന്ന് കേൾക്കാൻ പറ്റും. വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതറിയാം. നല്ല വെള്ളമാണ് പറയട്ടെ. ഈ വെള്ളം ഇച്ചിരി കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യമെന്നറിയാം, ഈ മരങ്ങളൊക്കെ ഇല്ലേ, മരങ്ങൾ വേരുകളുടെ ഇടയിൽ കൂടി ഒഴുകുന്ന വെള്ളം. അതായത് ഈ ഔഷധ സസ്യങ്ങൾ ചെടികളൊക്കെ ഉണ്ടാകും അതിൻ്റെ ഇടയിൽ. അതിൽ വേരിലൊക്കെ ഇത് ചെയ്തിട്ടാണ്, വേരിൻ്റെ ഇതിൽ കൂടിയൊക്കെയാണ് വെള്ളം ഒഴുകി വന്നത്. അത് നമ്മൾ ഇത്തിരി കുടിച്ചെന്ന് പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല. കാട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ ഈ കച്ചവടക്കാരൊക്കെ എന്ത് വെള്ളം കൊടുക്കണത്? സോഡ മേക്കർ മാത്രം കൊണ്ടുവരും, വെള്ളം അവിടെ നിന്ന് തന്നെ എടുക്കണത്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയിലാന്തോടൊക്കെ അങ്ങോട്ടൊക്കെ പോയി കുളിക്കായിരുന്നു. ഇപ്പം ഇല്ല, അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ച് അവർ വടക്ക് പറയും കടക്കാർ ഇങ്ങനത്തെ അങ്ങോട്ട് പോകണേ, അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ പാമ്പുണ്ട് മറ്റേ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേന്ന് വെച്ചാൽ അവിടെയൊക്കെ നീ കുളിക്കായിരുന്നു. അവർ ഈ കച്ചവടക്കാർ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ വെള്ളം അവർക്ക് എടുക്കാൻ വേണ്ടി അവിടെ നിന്ന്, മനസ്സിലായ? അപ്പം നമ്മൾ കാണാനല്ലോ ഇവർ അവിടെ നിന്നൊക്കെ വെള്ളം കൊണ്ടുതന്നെയാണ്. കാളകെട്ടി അമ്പലം ആയി കേട്ടോ. നല്ല തണുപ്പാ. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു അരുവി വരുന്നുണ്ടല്ലേ, ഇവിടെ നിന്നും വരും. ഈ ഒഴുക്കുവെള്ളത്തിൽ അഴുക്കില്ലെന്നാണ് കണക്ക്, മനസ്സിലായ? ഒഴുകുവെള്ളത്തിന് ഒരു അഴുക്കില്ല. पिया को मना मानत नाहिर बिनती करते मैं तो हार गई रे, बिनती करते मैं तो हार गई रे, पिया को मना बेनती करते मैं तो हार गई रे, पिया को मना. അങ്ങനെ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ ഹൈവേയിലോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം.
ഇനിയൊരു മിനിറ്റിൽ നമ്മൾ വന്നുള്ളൂ. അത് നല്ല റോഡല്ലേ? നല്ല റോഡാണ്. നമ്മളിനി നേരെ കാണുന്ന അഴുതയാണ്. അഴുതാ നദി, പമ്പയുടെ പോഷക നദി എന്നറിയപ്പെടുന്ന അഴുതാ നദി. ആ കാണുന്ന മലയാണ് അഴുതാമേട്. നമുക്ക് ഇവിടെ കുളിച്ചിട്ട് കല്ലെടുത്തിട്ട് നമുക്ക് പോവാം. നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ്. ഇല്ല, കുളിച്ച് കല്ലെടുക്കണം. അങ്ങനെ അഴുതേന്ന് കല്ല് കൊടുത്ത് അഴുതാമേട് കയറുകയാണ്. ഈ കല്ലടാൻ കുന്നിക്കൊണ്ട് നിക്ഷേപിക്കും. नजरिया लागे नहीं कहीं नजरिया नजरिया लागे നമ്മൾ കയറി വരുന്ന മലയാണ്. നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഈ അഴുതാമേട്. സ്വാമി ശരണമയ്യപ്പ. വലിയ വലിയ ഉരുളൻ കല്ലുകളാണ് ഈ അഴുതാമേടിൻ്റെ വേറെ പ്രത്യേകത കേട്ടോ. ഇവിടെയൊക്കെ വലിയൊരു മരം ഉണ്ടായിരുന്നത് പിഴുത് വീണതാണ്. അതിൻ്റെ കുറ്റിയാണ് നിൽക്കുന്നത് ഈ കാണുന്ന കേട്ടോ. നല്ല രീതിയിൽ ആയിപ്പുണ്ട് കേട്ടോ. കാരണം അതേപോലത്തെ മലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ശരണം വിളിച്ചും ഒക്കെയാണ് മല കയറുന്നത് കേട്ടോ. ശരണയ്യപ്പ. ഈ മരമൊക്കെ കണ്ടോ, ഏത് നിമിഷവും വീഴാൻ പോകുന്ന ഒരു സ്ഥിതിയിലിരിക്കുകയാണ്. ഇത് മണ്ണാണ്, ചെതല്. നമ്മൾ കോയിക്കൽക്കാവ് അവിടെ നിന്ന് അഴുത് വരെ വീതിയുള്ള വഴിയാണ്. പിന്നെ കാളകെട്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് ഹൈവേ ആണ്. അതിങ്ങോട്ട് പോകുന്നത് അറിയത്തില്ല. അത് കഴിഞ്ഞ് അഴുതാമേടാണ് തൊട്ടാണ് തിക്ക് ഫോറസ്റ്റ് കേട്ടോ. കാരണം ഇതുപോലത്തെ വഴികളാണ്. നമ്മളിപ്പം കല്ലിടാൻ കുന്നിലോട്ട് കല്ലിടാൻ വേണ്ടി പോകുന്നു. സ്വാമി ശരണയ്യപ്പ. നമ്മളിനി പോകുന്നത് ഇഞ്ചിപ്പാറ കോട്ടയിലേക്കാണ്. ഇഞ്ചിപ്പാറ കോട്ട ലക്ഷ്യം, ശബരിമലയാണ് ലക്ഷ്യം, സന്നിധാനമാണ് ലക്ഷ്യം. ഓരോരോ കടമ്പകളാണ്. കല്ലിടാങ്കുന്ന് കഴിഞ്ഞു ഈ ഇഞ്ചിപ്പാറ കോട്ട.
അങ്ങനെ നമ്മൾ ഇഞ്ചിപ്പാറ കോട്ടയിലെത്തി. ഇതാണ് അഴുതാമേടിൻ്റെ ടോപ്പ് കേട്ടോ, ഇഞ്ചിപ്പാറ കോട്ട. അങ്ങനെ ഇഞ്ചിപ്പാറ കോട്ട കഴിഞ്ഞു. ഇനി അടുത്ത ഇത് മുക്കുഴി കേട്ടോ, മുക്കുഴിയിലോട്ടാണ് ഈ പോകുന്നത്. മുക്കുഴി ദേവീക്ഷേത്രമുണ്ട്, അങ്ങോട്ടാണ് ഇനി പോകുന്നത്. ഇറക്കമാണ്, നല്ല രീതിയിലുള്ള ഇറക്കമാണ്. സ്വാമി പൊന്നു 18-ാം പടിയേ ഹരഹരസുന ആനന്ദത്തിനയ്യപ്പ സ്വാമിയേ സ്വാമിയേ. ഇഞ്ചിപ്പാറ കോട്ടയിൽ നിന്ന് നമ്മൾ മുക്കുഴിലോട്ട് നടക്കുകയാണ്. കുറച്ച് നിരപ്പായ സ്ഥലമാണ് കേട്ടോ, ഇനിയും കുറച്ച് കയറ്റമുണ്ട്, എന്നാലും കുറച്ച് ആശ്വാസത്തിന് നിരപ്പായ സ്ഥലമായി. അങ്ങോട്ട് നോക്കി ഒരു മരം ഇരിക്കുന്നുണ്ടോ, ഇതുപോലെ നിരവധി വെറൈറ്റി മരങ്ങൾ ഈ വനത്തിലുണ്ട്, ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ഒരു മരം ഞാൻ കാണിച്ചു തരാം, ചൈന വന്യമതിൽ പോലത്തെ ഒരു മരം ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ പോകുന്ന വഴി കേട്ടോ, ഒന്നെങ്കിൽ കരിമലയിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ പുതുശ്ശേരി അവിടെ കണ്ട. പുതുശ്ശേരിയിലും അല്ല, നമ്മളിവിടെ തന്നെ കേട്ടോ. ആ മരം കാണിച്ചു തരാം, നമ്മൾ ആ മരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മരം, ഇതിൻ്റെ വേര് എൻ്റെ പൊന്നു എന്തോ സൈസല്ലേ. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഗുഹ ചെയ്തല്ലേ. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മരത്തിൻ്റെ അകത്താണ് ഗൈസ്. എന്തൊരു വലിയ മരമല്ലേ ഇത്. സിമെൻറ്റോ കട്ടയൊന്നും അല്ല കേട്ടോ, ഇത് മരമാണ്. സ്വാമി ശരണയ്യപ്പ. ഈ മരത്തിന് കാണുമല്ലേ കുറേ കഥകൾ പറയാൻ. ഈ മരമല്ലേ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തന്നേ. ഈ മരമാണ് ഞാൻ മുമ്പ് ആകാശത്തു നിന്ന് കാണിച്ചു തന്ന സംഭവം. ഇപ്പം നമ്മൾ കണ്ടില്ലേ അതേപോലത്തെ വേറൊരു മരം കണ്ടോ. നമ്മൾ നേരെ സമയം കളയാതെ മുക്കുഴിയിലോട്ട് പോകാം കേട്ടോ. ഇനി മുക്കുഴി ചെന്നിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 11:35 കേട്ടോ, രാവിലെ 11:35. നമ്മളീ കാണുന്നത് ആനപ്പുണ്ടോ കേട്ടോ, ഫ്രഷാണ്. ഇന്ന് രാവിലെയോ അതോ ഞങ്ങൾ വരുന്ന 1-2 മണിക്കൂർ മുമ്പുള്ള സംഭവമാണ് ഇത്, ആനപ്പിണ്ടം. അപ്പോൾ മുക്കുഴി എത്തി കേട്ടോ. മുക്കുഴി കഴിഞ്ഞു. ഇനി നമ്മൾ പുതുശ്ശേരി കരിവലാന്തോട് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. 12 മണിയാണ് കേട്ടോ. ഇപ്പോൾ സമയം 12 മണി. ചിലപ്പം സ്റ്റേ പുതുശ്ശേരിയിലായിരിക്കും. അപ്പോൾ ഇനി കയറ്റി വിടുമെന്ന് അറിയത്തില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ഇനി നമുക്കറിയാം ഇനി അവിടെ കയറ്റി വിടുമില്ലയോ എന്നേ. കരിമലേ മുക്കുഴിയിൽ നിന്ന് പുതുശ്ശേരിയിലോട്ട് പോകുന്ന വഴിയിൽ കണ്ട തോടാട്ടോ. തോട് അരുവി, ഭയങ്കര തണുപ്പാണ്.
സ്വാമി ശരണയ്യപ്പ. അങ്ങനെ നമ്മളിപ്പോൾ പുതുശ്ശേരി താവളം അവിടെ എത്തി. ഇന്നലെ വൈകിട്ട് 3 മണിയായപ്പോൾ നമ്മൾ പുതുശ്ശേരി താവളത്തിൽ എത്തിയതാണ്. പിന്നെ നമ്മൾ പോയില്ല, നമ്മളിവിടെ സ്റ്റേ ചെയ്തു. ഇന്ന് രാവിലെ 7 മണിയാകുമ്പോൾ വീണ്ടും നമ്മൾ കരിമല ഒക്കെ കയറാൻ പോവുകയാണ്. ഇവിടെ ഒരാൾ കിടക്കുന്നതിന് 50 രൂപയാണ് കേട്ടോ. അതിന് വിരി എന്നാ പറയുന്നത്. സമയം ഇപ്പോൾ എത്രയായി? 7:06 ആയില്ലേ? അങ്ങനെ നമ്മളിപ്പോൾ പുതുശ്ശേരിയിൽ നിന്ന് 7 മണിയാകുമ്പോൾ ഇറങ്ങി കരിമലയിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് കരിവലാൻ തോടാണ്. നമ്മളിവിടുന്ന് കുളിച്ച് നമ്മൾ കരിമല കയറാൻ പോവുകയാണ് കേട്ടോ. ഇന്നലെ 4 മണിയാകുമ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഗേറ്റ് അടച്ചതാണ്. പിന്നെ നമ്മളെ ഗേറ്റ് കിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. അത് കഴിഞ്ഞിട്ടിപ്പോൾ 7 മണിക്ക് വീണ്ടും അയ്യനെ കാണാനുള്ള യാത്ര ഇവിടുന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സ്വാമി ശരണയ്യപ്പ. സ്വാമി ശരണയ്യപ്പ. നല്ല രീതിയിൽ കോടമഞ്ഞുണ്ട്. ഒരു കൂറ്റം മരം. കരിമല കയറ്റം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കയറ്റമല്ല, ഇനി അങ്ങോട്ട് കയറ്റമാവും. അങ്ങനെ കരിമല കയറുവാണ്. അടിപൊളി. ആ സൂര്യപ്രകാശം ഉണ്ട് ആ മരത്തിൻ്റെ ഒക്കെ ഇടയിലൂടെ ഇപ്പോൾ കാണാനല്ല നല്ല ഭംഗി. സ്വാമി ശരണയ്യപ്പ. രണ്ട് മൂന്ന് കയറ്റം കയറി വന്ന് കുറച്ച് നിരപ്പായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ കൃത്യമുള്ള കയറ്റം കയറാൻ പോകണം കേട്ടോ. ക്യാമറയിൽ എത്രമാത്രം ഈ കയറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും നല്ല രീതിയിലുള്ള കയറ്റമാണ് കേട്ടോ. ഇത്രയുള്ള കയറ്റമാണ് കേട്ടോ. സ്വാമി ശരണയ്യപ്പ. മിക്കവരും ഈ വഴി പോകുന്നവരെല്ലാം ചെരുപ്പിട്ടിട്ടുണ്ട്. ഞങ്ങൾ ചെരുപ്പിട്ടിട്ടില്ല, ചെരുപ്പില്ലാതാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ നടക്കാൻ പറ്റുമോ? നല്ല കയറ്റമാണ് കയറുന്നത് കേട്ടോ. സ്വാമി ശരണയ്യപ്പ. കുറേ സ്വാമിമാർ മുന്നേ പോയിട്ടുണ്ട്, കുറേ സ്വാമിമാർ എൻ്റെ പുറകിലുമുണ്ട്.
ഈ വഴി വരാത്തവർ, ആഗ്രഹിക്കുന്നവരും വരാത്തവരും ഉറപ്പായിട്ടും വരിക. കാരണം വെച്ചാൽ ഇനി വരും വർഷങ്ങളിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. എന്നാൽ തന്നെ 2 മാസം മാത്രമേ ഉള്ളൂ ഈ വഴി അയ്യപ്പന്മാർക്ക് തുറന്നു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അടയ്ക്കും. അതിന് വീണ്ടും നമ്മളീ പോയ വഴിയെല്ലാം കാടാവും. സ്വാമി ശരണം അയ്യപ്പ. അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലൂടെ ഒരു യാത്ര. എന്താ അവിടെ ചെന്ന് അയ്യപ്പനെ കാണുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അത് ഈ വഴി പോയവർക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. എന്നാൽ തന്നെ എല്ലാ വഴിയും പോയാലും അയ്യപ്പനെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. എന്നാൽ തന്നെ ഈ വഴി പോയി പ്രത്യേകിച്ച് വേറൊരു അനുഭൂതിയാണ്. ഇപ്പോൾ കുറച്ച് നിരപ്പായ കേട്ടോ. നമ്മൾ 6ാമത്തെ തട്ടിലെത്തി. ഇനി 7ാമത്തെ തട്ട് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഇനി 7ാമത്തെ തട്ടിലിരിക്കുന്നത് കറുപ്പ് സ്വാമി. അത് കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ ഇറക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കരിമല ടോപ്പിൽ എത്തി കേട്ടോ. അങ്ങനെ ഈ വലിയൊരു മലയുടെ ഏറ്റവും മുകളിൽ ഭാഗം അങ്ങനെ നമ്മളെത്തി. സ്വാമി ശരണയ്യപ്പ. ഇവിടെയാണ് കറുപ്പ് സ്വാമി ഇരിക്കുന്നത്. ഇതാണ് കറുപ്പ് സ്വാമി ക്ഷേത്രം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. 9:03. നമ്മൾ കരിമലയിൽ നിന്ന് പമ്പയിലോട്ട് നീങ്ങിയാണ്. ഇനി ചെറിയാനവട്ടം, വലിയാനവട്ടം കടമ്പകളുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ പമ്പ. അങ്ങനെ കരിമല നാഥനെയും കണ്ടു, കറുപ്പ് സ്വാമി എൻ്റെ തൊഴുതു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ കരിമല ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഭയങ്കര നല്ലൊരു മരം. അയ്യോ, നമ്മളിങ്ങോട്ട് വരുന്ന വഴിയിൽ ഇഷ്ടംപോലെ ഇതുപോലത്തെ മരങ്ങൾ മുറിച്ചിട്ടിട്ടുണ്ട്. എന്നാലും ഇത് ഭയങ്കര നന്നായിപ്പോയി. വലിയാനവട്ടത്താവളത്തിലെത്തി കേട്ടോ. ഇവിടുന്ന് പമ്പ 3 കിലോമീറ്റർ. സമയം 9:30. അങ്ങനെ വലിയാനവട്ടത്തിൻ്റെ ബോർഡ് അവിടെ കണ്ടെങ്കിലും വലിയാനവട്ടം ഇപ്പോൾ എത്തിയതുള്ളൂ കേട്ടോ. അതിരം ഈ കാണുന്ന നദി പമ്പാ നദി കേട്ടോ. നമ്മളിപ്പോൾ പമ്പാ നദിയുടെ സൈഡിൽ കൂടാണ് പോകുന്നത്. അങ്ങനെ ചെറിയാനവട്ടത്തെത്തി. ഇവിടെ പമ്പ ത്രിവേണിയിലോട്ട് പോവുക. ഇവിടുത്തെ മരം മുറിച്ചു കേട്ടോ.
ആണ് ഇതുപോലത്തെ നല്ല തണലുള്ള മരമായിരുന്നു. അതുപോലത്തെ അതന്നെ മഴ മരം ഒക്കെ മുറിച്ചു. പണ്ട് ഇത്ര വെയിലൊന്നും കൂടി ഇല്ലായിരുന്നു. ഇനി കുളിക്കാനുള്ള ആളൊഴിഞ്ഞ് എവിടെയും പോയി കുളിക്കാം. മരം ഉണ്ടായിരുന്നല്ലോ, എല്ലാം പോയി. പോണ്ടേ, തുണിവാരി പുറത്തുന്നുണ്ടോ? എവിടെ അവിടെ കഷ്ടപ്പാടുന്നു. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഇനി പമ്പയിൽ നിന്ന് കുളിച്ച് ഇനി സന്നിധാനത്തിലേക്കാണ് പോകുന്നത്. അപ്പം സന്നിധാനത്തിലേക്ക് ക്യാമറ എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് സന്നിധാനത്ത് വീഡിയോ ഒന്നും കാണിക്കാത്തത്. അതുകൊണ്ട് ഇവിടെ വരെ ഉള്ളൂ, പമ്പ വരെ ഉള്ളൂ, നമ്മൾ എരുമേലി ടു പമ്പ വരെ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്വാമി ശരണം. വീണ്ടും നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം.